ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് നിങ്ങൾ ഇതുവരെ പരീക്ഷ നോക്കാൻ ഇടയില്ലാത്തൊരു ഐറ്റം ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണേ നമുക്ക് നോക്കാം. ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള പൊരിയൽ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പീൽ ചെയ്ത് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ടി കുറച്ചിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ എത്രത്തോളം കട്ടി കുറച്ച് അരിഞ്ഞെടുക്കാമോ അത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടും. മാക്സിമം കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ ഒന്ന് കട്ടി കുറച്ചിട്ട് എല്ലാം ആ രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. കട്ടിംഗ് ബോർഡിൻ്റെ മീതെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഞാൻ അതുപോലെ കട്ടി കുറച്ചിട്ട് മാക്സിമം കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് വീണ്ടും ഒരു 3-5 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് വീണ്ടും നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ ജൂലിയൻ കട്ടെന്ന് പറയില്ലേ, ആ രീതിയിലൊന്ന് കട്ടി കുറച്ചിട്ട് നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം. നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ ഇതുപോലെ നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാനായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നല്ല വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരും. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട ശേഷം ഞാൻ അതെടുത്തിട്ട് ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം കളഞ്ഞിട്ട് അതുപോലെ ഒപ്പിയെടുത്താലും മതി. വെള്ളത്തിൻ്റെ അംശം മാക്സിമം ഇല്ലാതിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ അല്ലെങ്കിൽ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേഗം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഉപ്പിട്ട് വെച്ചിരുന്നാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പിന്നെയും വരും. എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം മാത്രം ഈ കോൺഫ്ലവർ ഉപ്പും കൂടി തൂവി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. പിന്നെ ഇതുപോലെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് ഒരു ബ്രൗൺ കളറിൽ വറുത്ത് കോരിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളറിൽ നമുക്കിതെല്ലാം വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മുരിഞ്ഞ് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ. നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കില്ല, അതിന് പകരം കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഇത് അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കിഴങ്ങെല്ലാം അതുപോലെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറിൽ വറുത്ത് കോരാം. സവാള ഒരു 3/4 ഭാഗത്തോളം മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5 ഉണക്കമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് വറുത്ത് കോരിയെടുക്കാം. ഈ സവാളയും ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ പൊട്ടാറ്റോൻ്റെ കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇപ്പോൾ സവാളയും അതുപോലെ തന്നെ ഉണക്കമുളകിൻ്റെയും കറിവേപ്പിലയും കൂടി കൂട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ രീതിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പപ്പടം വെച്ചിട്ട് ഇതുപോലെ തന്നെ പൊരിയിൽ റെഡിയാക്കി എടുക്കില്ല, അതുപോലെ തന്നെ ഉണക്കമീൻ വെച്ചിട്ടും ഇതുപോലെ തന്നെ പൊരിയിൽ റെഡിയാക്കി എടുക്കും. അപ്പോൾ പൊട്ടറ്റോ വെച്ചിട്ട് ഇതുവരെ ആരും ചെയ്ത് നോക്കി കാണില്ല. പക്ഷേ പൊട്ടറ്റോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് പൊരിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഡിഷാണ്. എൻ്റെ ഈ പൊട്ടറ്റോ വെച്ചിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു.